Hi friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹെഡ്. ഞാനിന്ന് നമ്മളെ നോമ്പുതറക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ആ ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഈ കോവിഡിൻ്റെ ഈ സമയത്ത് എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഇഫ്താർ നോമ്പുതറ സമയത്ത് ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായ ഒരു അറബിക് സ്നാക്കും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഏകദേശം ഒരു 7 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് പുതിർത്ത് വെച്ച വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 1-2 കപ്പ് കടല വെള്ളത്തിലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കുക. അതിന് ആദ്യം തന്നെ അതിലൊരു പകുതി ഞാനിപ്പോൾ ഈ ഗ്രൈൻഡറിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൊറിയാണ്ടർ ലീഫും പാസ്ലി ലീഫും, ഈ 2 ലീഫും മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ വെച്ചിരിക്കുന്നതാണ്. ഈ പാസ്ലി ലീഫ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനും കൂടെ കൊറിയാണ്ടർ ലീഫ് തന്നെ നിങ്ങൾ എടുത്താൽ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് പകുതിയായിട്ട് മിക്സ് ചെയ്തിട്ടിടുന്നത്. ഈ ലീവ്സും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് വേണ്ടുന്നതായ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക്, പിന്നെ നമ്മളിവിടെ ഒരു 3 പച്ചമുളകും എടുക്കുന്നുണ്ട്, 1 സവാള അരിഞ്ഞതുകൊണ്ട് അത് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഈ മിക്സിയിലൊന്ന് നമ്മൾ നന്നായി അരിഞ്ഞു പോകണ്ട, എന്നാൽ ഏകദേശം ഒരു പരുവത്തിന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതാ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പം നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചതിനകത്തേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് എന്തിനിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെയാണ് അരച്ചെടുത്തതെന്നിരുന്നാലും നമ്മളിത് ബോൾസ് പോലെ ആക്കിയിട്ടാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് ക്രംസിനകത്ത് ചേർത്തത്. പിന്നെ സോഡാപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫ്ലഫി ആയിട്ടും സോഫ്റ്റായിട്ടും വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഒരു ക്ലിംഗ് ഫിലിം എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ റാപ്പ് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വയ്ക്കാൻ പോവുകയാണ്. അതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ഇത് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തീ കൂട്ടി വെച്ച് പിന്നെ തീ കുറച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ 2 വശവും മറച്ചിട്ടു നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരുവാണ് ഞാൻ. ഇനി ഒരു സെറ്റ് ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടൊന്ന് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതേപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടു. അതിനിടയ്ക്ക് കോരി വെച്ചത് എടുക്കാൻ വേണ്ടിയിട്ട് മൂത്തൊരുത്തം വന്ന് കണ്ടില്ലേ, എടുക്കാൻ വേണ്ടി വന്നു, പക്ഷെ എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം. കുഞ്ഞുങ്ങളോട് ചോദിക്കണം അവർക്ക് ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഹാർട്ടിൻ്റെ ഷേപ്പിലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഫ്രൈ ചെയ്ത് കോരുകയാണ്. ഇഫ്താറിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുതിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുമ്പോഴെല്ലാം കുറേ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് നോമ്പ് തുറന്നൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, അകം ചിലപ്പോൾ വേവാതിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 3-4 ഷേപ്പിലാക്കി, റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്, സ്ക്വയറിലാക്കി, ഹാർട്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക.
ഇനി അടുത്ത വെനസ്ഡേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.